ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു റാങ്ക് എക്സൽ PSC. ഇപ്പോൾ 10th പ്രിലിംസിലെ SCRT മോക്ക് ടെസ്റ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7th സോഷ്യൽ സയൻസിലെ യൂണിറ്റ് 8 ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, അധികാരം ജനങ്ങൾക്ക്. അപ്പോൾ എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമന്റിലൂടെ അറിയിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ മോക്ക് ടെസ്റ്റിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗ്രാമങ്ങളിലെ ഗ്രാമസഭയ്ക്ക് സമാനമായി നഗരപ്രദേശങ്ങളിൽ നിലവിലുള്ള സംവിധാനം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, വാർഡ് സഭ. ഗ്രാമസഭയുടെ കൺവീനറായി ചുമതലയേൽക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി, അതാത് വാർഡിലെ മെമ്പർ. ഗ്രാമസഭകളിൽ സാധാരണയായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി, അന്താരാഷ്ട്ര വ്യാപാര കരാറുകൾ ഒപ്പിടൽ. ഗ്രാമസഭകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒരു വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ആ വാർഡിലെ ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് അതാത് വാർഡിലെ മെമ്പറാണ്. വർഷത്തിൽ കുറഞ്ഞത് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഗ്രാമസഭകൾ കൂടേണ്ടതുണ്ട്. ഇതില് ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയാണ്. ഗ്രാമസഭയിലെ അധ്യക്ഷത വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത് എന്ന് പ്രസ്താവിച്ചത് ആര്? ഓപ്ഷൻ സി, മഹാത്മാഗാന്ധി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1882 തദ്ദേശ സ്വയംഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ ബി, റിപ്പൺ പ്രഭു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ബി, അനുച്ഛേദം 40. താഴെ പറയുന്നവയിൽ ബൽവന്തറായ് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത് എന്ത്? ഓപ്ഷൻ ബി, ത്രിതല പഞ്ചായത്ത് സംവിധാനം. ഭരണകാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്ന അവസ്ഥ ഏതാണ്? ഓപ്ഷൻ ബി, അധികാര കേന്ദ്രീകരണം. അശോക് മേത്ത കമ്മിറ്റി നിലവിൽ വന്ന വർഷം എന്ന്? ഓപ്ഷൻ ബി, 1978. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് പകരം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്ന പ്രക്രിയയാണിത്. വികേന്ദ്രീകരണം വഴി പ്രാദേശിക വികസനത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. ഇതിലൂടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം കുറയുന്നു. ഇതില് ഓപ്ഷൻ സി 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. തദ്ദേശ ഭരണ ചരിത്രവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പഞ്ച എന്ന് പറഞ്ഞാൽ 5, ആയത് മീനിങ് യോഗം അഥവാ സമ്മേളനം എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി. ഇതില് ഓപ്ഷൻ സി 1, 2 എന്നിവ 2 പ്രസ്താവനകൾ ശരിയാണ്. തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1957 നിയമിക്കപ്പെട്ട ബൽവന്തറായ് മേത്ത കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവയടങ്ങുന്ന ത്രിതല സംവിധാനം ശുപാർശ ചെയ്തു. 1978 ശുപാർശ സമർപ്പിച്ച അശോക് മേത്ത കമ്മിറ്റി മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിവയടങ്ങുന്ന ദ്വിതല സംവിധാനമാണ് മുന്നോട്ട് വെച്ചത്. ഇതിൽ ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി, രാജസ്ഥാൻ. 1959 ഒക്ടോബർ 2 ജവഹർലാൽ നെഹ്റു രാജസ്ഥാനിലെ ഏത് ജില്ലയിലാണ് പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത്? ഓപ്ഷൻ സി, നാഗോർ. നഗരപാലിക സംവിധാനത്തിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി, 74ാം ഭരണഘടനാ ഭേദഗതി. 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണകാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ സി, 5 വർഷം. കേരളത്തിൽ ജനകീയാസൂത്രണം എന്ന പേരിൽ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ആരംഭിച്ച വർഷം ഏതാണ്?
ഓപ്ഷൻ സി 1996. കേരളത്തിലെ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശരിയായ ഘടന ഏതാണ്? ഓപ്ഷൻ ബി മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ. 73-74 ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഗ്രാമസഭകളുടെ രൂപീകരണം നിർബന്ധമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും വനിതകൾക്കും ഈ ഭേദഗതികൾ വഴി സംവരണം ഉറപ്പാക്കുന്നു. ഓപ്ഷൻ ബി 1-3 പ്രസ്താവനകൾ ശരിയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ വിലയിരുത്തുക. 2005 പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിന്റെ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നു. ഇതില് ഓപ്ഷൻ സി ആണ് 1-2 പ്രസ്താവനകൾ ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുക, സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുക എന്നിവ ഇവരുടെ ചുമതലയാണ്. വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലകളിൽ പെടുന്നു. രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1-2 ആണ് സേവനങ്ങളിൽ വരുന്നത്. 3-ാമത്തെ പ്രസ്താവന രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ചുമതലയിലാണ് വരുന്നത്. പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ ഘടനയെ കുറിച്ചുള്ള പ്രസ്താവനകൾ വിലയിരുത്തുക. ഇതില് ഓപ്ഷൻ സി 1-2 പ്രസ്താവനകൾ ശരിയാണ്. താഴെ പറയുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന നികുതി വരുമാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി GST. പഞ്ചായത്ത് രാജ് കുട്ടികൾക്ക് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ബി A സുഹൃത് കുമാർ. പഞ്ചായത്തുകളുടെ വരുമാന സ്രോതസ്സുകളും അവയുടെ ഇനങ്ങളും ചേരുംപടി ചേർക്കുക. ഇതില് ഒന്നാമത്തേത് നികുതി ഫണ്ടുകൾ നികുതി. ഈ ഫണ്ടുകൾ എന്നുള്ളത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്നുള്ള ഫണ്ടുകൾ എയുടെ ബാക്കിയാണ് കേട്ടോ. അപ്പൊ നികുതി വരുന്നത് കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി. 1B ആണ്. അതുപോലെ ഫീസുകൾ വരുന്നത് സി ആണ്. പെർമിറ്റ് രജിസ്ട്രേഷൻ, ബസ് സ്റ്റാൻഡ് ഉപയോഗ ഫീസ്. പിന്നെ ഫണ്ടുകൾ അല്ലെങ്കിൽ ഗ്രാന്റുകളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്നുള്ള ഫണ്ടുകൾ. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. മേൽപ്പറഞ്ഞവയെല്ലാം. പഞ്ചായത്തുകളുടെ വരുമാന സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇതില് ഓപ്ഷൻ ബി 1-3 ആണ് ശരിയായിട്ട് വരുന്നത്. കെട്ടിടങ്ങൾ പണിയുന്നതിനുള്ള പെർമിറ്റ്, രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്നുള്ള ഫീസുകൾ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് ഈ പ്രസ്താവനയില്. പക്ഷെ അതും പഞ്ചായത്തുകളുടെ വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഇതില് ഓപ്ഷൻ ഡി ആണ് പ്രസ്താവനകൾ 2 തെറ്റാണ്. ഇതിൽ ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളത്. 1 മാത്രം ശരിയാണ്. 2 തെറ്റാണ്. എല്ലാ പഞ്ചായത്തുകളുടെയും വരുമാനം അവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ സ്വഭാവം പരിഗണിക്കാതെ ഒരേപോലെ ആയിരിക്കും എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. 1-ാമത്തെ പ്രസ്താവന ശരിയാണ്. അധികാര വികേന്ദ്രീകരണം പൂർണ്ണമായി നടപ്പാക്കപ്പെടാത്ത സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 1959 പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഇതിലെ ഓപ്ഷൻ ഡി ആണ് രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. ഓക്കെ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത മോക്ക് ടെസ്റ്റ് ആയിട്ട് കാണാം.